ഒരു ബിസിനസ്സിലെ സാധാരണയായിട്ട് പങ്കെടുക്കുന്ന പങ്കാളികൾ എന്ന് പറയുന്നത് ബിസിനസ് പങ്കാളികളല്ല, ഒരു ബിസിനസ്സിന് ഭാഗമാകുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ബിസിനസ് ഓണർ, 2 കസ്റ്റമർ, 3 ടീം മെമ്പേഴ്സ്. ഇവർ 3 പേരുമാണ് ഒരു ബിസിനസ്സിൽ ഭാഗമാകാവുന്ന പങ്കാളികൾ എന്ന് പറയുന്നത്. ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇവർ 3 പേർക്കും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ് ഒരു ബിസിനസ്സിലുള്ളത്. ഏത് ബിസിനസ്സിലായാലും ബിസിനസ് ഓണർ അല്ലെങ്കിൽ ആദ്യം പറയാം കസ്റ്റമറിനെ പറ്റി പറയാം. ഉപഭോക്താവിന് അദ്ദേഹം മുടക്കുന്ന പണത്തിന് മൂല്യം കിട്ടുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം. വാല്യൂ ഫോർ ദ മണി. മുടക്കുന്ന പണത്തിനനുസൃതമായിട്ടുള്ള റിട്ടേൺ, അതിനനുസരിച്ചുള്ള മൂല്യം അവർക്ക് കിട്ടുക എന്നുള്ളത് സംഭവിക്കുകയാണെങ്കിൽ ആ ബിസിനസ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിന്നാണ്, വിജയിച്ചതാണ്. ഇനി ഒരു ബിസിനസ്സിൽ രണ്ടാമത് നമ്മൾ പറഞ്ഞു വരുന്നത് ടീം മെമ്പേഴ്സാണ്. ബിസിനസ് ഓണറെ കൂടാതെ ഒരു ടീം മെമ്പർ ഉണ്ടാവുക എന്നുള്ളത് ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഒരു ബിസിനസ് ഓണർ മാത്രമാണ് ഉള്ളത് എങ്കിൽ അതൊരു ബിസിനസ്സായിട്ട് നമുക്ക് പറയില്ല, പകരം അതൊരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ടീം മെമ്പേഴ്സ് ഉണ്ടാവും. ടീം മെമ്പേഴ്സിന് എന്താണ് അവരുടെ ലക്ഷ്യം? ടീം മെമ്പേഴ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ട്, അവരുടെ കരിയർ ഗ്രോത്ത് ഉണ്ട്, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് കൂട്ടുക എന്നുള്ളതുണ്ട്. ഈ 3 ഘടകങ്ങളും അവർക്ക് സാമ്പത്തിക ഉന്നമനം ഉണ്ടാവണം, അവരുടെ കരിയറിൽ ഉയർച്ച ഉണ്ടാവണം, അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റണം. ഇത് 3ഉം ആ ബിസിനസ്സിൽ സാധ്യമാകുന്നുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് വിൻ ആണ്. മൂന്നാമത് പറയുന്നത് ബിസിനസ് ഓണറാണ്. ഒരു ബിസിനസ് ഓണർക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് വിജയകരമാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എഗെയിൻ അദ്ദേഹത്തിന് ഫൈനാൻഷ്യൽ ഗ്രോത്ത് വേണം, സാമ്പത്തിക ഉന്നമനം വേണം. സാമ്പത്തിക ഉന്നമനം മാത്രം പോലെ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് ഗ്രോത്ത് വേണം. ബ്രാൻഡ് ഗ്രോത്ത് മാത്രം പറ്റില്ല, അദ്ദേഹത്തിന് വേണ്ടത് ടൈം ഫ്രീഡമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ പണത്തിൻ്റെ പുറകെ അദ്ദേഹം തന്നെ പണിയെടുത്തിട്ട് റിട്ടേൺ കൊണ്ടുവരുന്ന അവസ്ഥയിലാകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ടൈം ഫ്രീഡം കിട്ടില്ല. സമയത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം, ഇഷ്ടം പോലെ സമയം സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരവസരമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ടൈം ഫ്രീഡം ഉണ്ട് എന്നാണ് അർത്ഥം. ഈ 3ഉം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് വിജയകരമായിട്ട് മാറുകയുള്ളൂ. ഇനി ഈ ഒരു ബിസിനസ് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ ഈ 3 പേരും വിജയിക്കും വേണം. കസ്റ്റമർ പരാജയപ്പെടുകയാണെങ്കിൽ അത് ചൂഷണമായി പോകാം. കസ്റ്റമർ പരാജയപ്പെടുന്നു, ടീം മെമ്പേഴ്സും ബിസിനസ് ഓണറും ജയിക്കുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പ് ബിസിനസ്സാണ്. ഇനി ടീം മെമ്പേഴ്സ് പരാജയപ്പെടുകയാണെങ്കിലോ അത് ചൂഷണമാണ്. ഇനി കസ്റ്റമറും ടീം മെമ്പേഴ്സും വിജയിച്ചു, ബിസിനസ് ഓണർ പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സാധിക്കപ്പെടുന്നില്ല എങ്കിൽ അത് ചാരിറ്റി വർക്കാണ്. ചാരിറ്റി വർക്ക് അധികകാലം ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു വരുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് ആസ് സച്ച് വിജയപ്രദമാണ് എന്ന് തോന്നണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ 3 പേരും വിജയിക്കുന്ന ഒരു സാഹചര്യം സംജാതമാവണം. വിൻ വിൻ വിൻ. എങ്കിൽ മാത്രമേ ആ ബിസിനസ് വിജയപ്രദമായൊരു ബിസിനസ്സാണ് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ.